ഹായ് ഗായ്സ്. ഋതു എന്നാ ഈ അടുക്കളയില് അങ്ങനെ കാണുന്നില്ലല്ലോ. ഇതെന്നാ അടുക്കളയിൽ ഇരിക്കുന്നത്? നമ്മൾ ഇന്നിവിടെ ചക്ക പോപ്സിക്കിൾ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചക്ക പോപ്സിക്കിളോ? ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കുന്നത്? കാണിച്ചാല്. അതെ, ചക്ക പോപ്സിക്കിൾ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം. ചക്ക പോപ്സിക്കിൾസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചക്കയാണ്. ഈ ചക്ക നമ്മള് ചുള പറിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കുരുവോട് കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് തന്നെ ആദ്യം പറിച്ചെടുക്കണം. പിന്നെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാലും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാം പരിപ്പുമാണ്. പിന്നെ മിൽക്ക് മെയ്ഡ്, ഒരു സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് മധുരവും. ചക്കയുടെ ഈ ചുളയിൽ നിന്ന് നമുക്ക് ഇതിന്റെ കുരു വേർതിരിച്ചെടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും ബദാം പരിപ്പും കുതിർത്തതാണ്. ഇത് കുതിർത്ത് തൊലി കളഞ്ഞെടുത്തതാണ്. അത് അതിനകത്തോട്ട് ചേർക്കുക. അതിനുശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ചേർക്കുക. പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് പാല് ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഒരു സ്പൂൺ കോൺഫ്ലവറിലേക്ക് കുറച്ച് പാല് നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് കലക്കി വെക്കാം. ഋതു ഒന്ന് ചെയ്ത് വെച്ചേര്. ഇത് ചെയ്തേക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ബാലൻസ് ഉള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാലിലേക്ക് നമ്മൾ കാഷ്യൂനട്ടും ബദാമും അരച്ചത് ചേർക്കുക. കൂടെ കോൺഫ്ലവർ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് അതും ചേർക്കുക. ഇത് നന്നായി കുറുക്കിയെടുക്കുക. ഇത് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. ഇതിപ്പോ നമ്മുടെ ബാറ്റർ നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറച്ച് വേഗം തണുക്കാൻ വേണ്ടിയാണ് ഫ്രീസറിൽ വെച്ചത്. ഫ്രീസറിൽ വെച്ച് കുറച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു വെക്കാം. കെയർഫുൾ ആയിട്ട് ഒഴിക്കുക. കുറച്ചുകൂടെ ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഇട്ട് നമുക്ക് കുത്തി കുറച്ച് അകത്തോട്ടാക്കി കൊടുക്കാം. ഇനി നല്ലതുപോലെ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഒരു ബൗളിലോട്ട് അടുക്കി വെച്ച് ഫ്രീസ് ചെയ്തെടുക്കാം. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തതിന് ശേഷമുള്ള ചക്ക പോപ്സിക്കിളാണിത്. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോപ്സിക്കിളിന് സ്റ്റിക്ക് വെക്കുന്ന കാര്യം ചെറുതായിട്ടൊന്ന് മറന്നുപോയി, അതുകൊണ്ട് തന്നെ മുറിച്ച് കഴിക്കേണ്ടി വന്നു. എന്തായാലും ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.